മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ലെവൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി 50,270, അപ്പ് സൈഡ് 51,253. അപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ അപ്പ് സൈഡ് ലിക്വിഡിറ്റിൻ്റെ മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഡൗൺ സൈഡിലേക്കായിരിക്കും നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുക. ഓക്കെ, ഇനി നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ 23,562 ടാപ്പ് ചെയ്യുകയാണെങ്കിലാണ് താഴേക്ക് നോക്കുക. ഇനി അതല്ല, ഓൾറെഡി ഇപ്പോൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് 23,433 ടച്ച് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് പോയത്. നമുക്ക് എൻട്രി തന്നിട്ടില്ല, അതുകൊണ്ട് എൻട്രി എടുത്തിട്ടില്ല. ശരിക്കും അപ്പ് സൈഡിലുള്ള എൻട്രി ചാൻസ് ആണ് ഇപ്പോൾ നമുക്ക്, പക്ഷേ ഇതുവരെ എൻട്രി കിട്ടിയിട്ടില്ല. എൻട്രി കിട്ടി ടാർഗറ്റ് ലെവലിലേക്ക് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലേ എടുക്കുകയുള്ളൂ. ഓക്കെ, ഏതായാലും ചാൻസ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:28 ആയിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയിൽ ബാങ്കിൽ ഡൗൺ സൈഡിലേക്കും നിഫ്റ്റിയിൽ അപ്പ് സൈഡിലേക്കുമാണ് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. കാരണം നിഫ്റ്റിയുടെ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ എൻട്രി ഓപ്പർച്യൂണിറ്റി വരിക ഈ ഒരു രീതിയിലാണ്. നമ്മുടെ ഫസ്റ്റ് ട്രേഡ് മാർക്കറ്റ് 23,480 ഒക്കെ റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ മിക്കവാറും നമ്മളൊരു ബുള്ളിഷ് ഒരു കോൾ ഓപ്ഷൻ ട്രൈ ചെയ്യും. ടാർഗറ്റ് നമുക്ക് 23,563 വരെ വെക്കാം, അതുവരെ നമുക്ക് വെക്കാം. പക്ഷേ മാർക്കറ്റ് താഴെ വരണം, നമുക്കിപ്പോൾ ഇല്ല, കുറച്ച് മേലെ പോയി മാർക്കറ്റ്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ താഴേക്കുള്ള ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ നോക്കുന്നത്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇപ്പം. ബട്ട് ഓപ്പർച്യൂണിറ്റി തന്നിട്ടില്ല ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കാനൊന്നുമില്ല. ഏതായാലും നോക്കാം, ചാൻസ് വരികയാണെങ്കിൽ ഞാൻ പറയാം. മാർക്കറ്റ് താഴേക്ക് വന്നാലേ നമുക്ക് എൻട്രി ഉണ്ടാവുള്ളൂ നിഫ്റ്റിയിൽ. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയിലാണ് ആദ്യം കിട്ടുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റി, ഏതിനാണ് ആദ്യം കിട്ടുന്നത് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യും. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:29 നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി നോക്കാം. കാരണം നമ്മൾ അപ്പ് സൈഡിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 23,480 സംതിങ് ഒക്കെ എത്തുമ്പോൾ നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ മാർക്കറ്റ് 500 റേഞ്ചിലൊക്കെ വരെ വന്നിട്ട് തിരിച്ച് കയറി നമുക്ക് എൻട്രി തരാതെ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയിൽ. അപ്പോൾ നമുക്ക് താഴേക്കുള്ള എൻട്രി ആണ്, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് മുകളിൽ പോയാൽ നമുക്കൊരു എൻട്രി, ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ. ഇനി നമ്മൾ അപ്പ് സൈഡിലേക്ക് നോക്കിയത് നമുക്ക് കിട്ടിയില്ല കേട്ടോ, നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ എൻട്രി ഏരിയ എത്താത്തതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുത്തില്ല. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കറക്റ്റ് മാർക്കറ്റ് അപ്പ് സൈഡ് ലിക്വിഡിറ്റി വരെ പോയി, നമ്മൾ ടാർഗറ്റ് വെച്ച ഏരിയയിൽ മുകളിലേക്കും പോയി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇനി താഴേക്കാണ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് വെയിറ്റ് ചെയ്യാം, കുറച്ചും കൂടെ മാർക്കറ്റ് ആ ഒരു കുറച്ച് മുകളിലേക്ക് പോയാൽ നമുക്ക് എൻട്രി, ഒരു ഡൗൺ സൈഡ് ഒരു പുട്ട് ഓപ്ഷൻ നമുക്ക് ട്രൈ ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, വെയിറ്റിംഗ്. ഓക്കെ, ടാപ്പ് മെല്ലെ എടുക്കട്ടെ. ഒരു എല്ലാവരും ബ്രേക്ക് ഔട്ടിൻ്റെ സമയത്താണ് നമ്മൾ നമ്മൾ ചാൻസ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. നമുക്ക് പ്രീമിയം ഓൾമോസ്റ്റ് 44 അപ്പോൾ തന്നെ കുറയാൻ തുടങ്ങാം. നമുക്ക് കിട്ടിയത് 45 പെട്ടെന്ന് 42 ആയി. അതേമാതിരി ഒരു സെക്കൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് വ്യത്യാസം വരും നമുക്ക് കിട്ടുന്ന പ്രീമിയം. ചില ആളുകൾക്ക് അത് 42 കിട്ടാം, ചില ആളുകൾക്ക് 46 കിട്ടാം. നമ്മളൊരു ഇതുപോലെയാണ് സെക്കൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ ഏതായാലും ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് തന്നെ എടുത്തത്. എല്ലാവരും ബ്രേക്ക് ഔട്ടിൻ്റെ സമയത്താണ് നമ്മൾ പൊതുവെ താഴേക്ക് ട്രേഡ് നോക്കുക. പക്ഷെ നമുക്ക് ഇന്ന് രാവിലെ പുള്ളിഷ് ട്രേഡ് കിട്ടിയില്ലെങ്കിൽ നല്ല അടിപൊളി ടാർഗറ്റ് ഉണ്ടാകുമായിരുന്നു അല്ലേ. ഈ ട്രേഡിൽ നമുക്ക് നോക്കാം. പിന്നെ SL ആണെങ്കിൽ 2,200 സംതിങ് ആയിരിക്കും ലോസ് വരെ. 6 പോയിൻ്റാണ് ഞാൻ SL കൊടുത്തത്. അതുപോലെ ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ്, ഭയങ്കര തീറ്റടിക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റ്. ചിലപ്പം കുറേ എക്സ്പയറികളിൽ മാർക്കറ്റ് തീരെ മൂവിങ് ഉണ്ടാവില്ല പൊതുവെ. ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല, ഭയങ്കര സൈഡ് വേസ് കളിച്ച് നിൽക്കുന്ന മാർക്കറ്റാണ് പൊതുവെ കാണുക. പക്ഷേ ഇന്നൊക്കെ കണ്ടിട്ട് നല്ല മൂവ്മെൻ്റ് ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആവില്ല, നമ്മൾ പ്രതീക്ഷ പോലെ ആവില്ല മാർക്കറ്റ്. നമ്മൾ എക്സ്പയറി ഡേയിലും തീരെ മൂവ്മെൻ്റ് അല്ലാന്ന് വിചാരിച്ച് ട്രേഡ് എടുക്കുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് ഭയങ്കര മൂവ് ചെയ്യുക. അതായത് മാർക്കറ്റിൻ്റെ ഒരു ക്യാരക്ടറിന് അതാണ്, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതായിരിക്കില്ല പലപ്പോഴും മാർക്കറ്റിൽ നടക്കുക. നമ്മളെ കൊണ്ട് ഓരോ തോന്നലുകൾ ഉണ്ടാക്കിയൊക്കെയാണ് മാർക്കറ്റ് ചെയ്യുക. അതായത് മാർക്കറ്റ് ഇങ്ങനെയായിരുന്നല്ലോ അല്ലേ, അപ്പോൾ ഇങ്ങനെ അപ്പോൾ മൂവ് ചെയ്യും, ചാൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ മാർക്കറ്റ് അതിന് തോന്നിയ മാതിരിയായിരിക്കും അത് മൂവ് ചെയ്യാറ്. പക്ഷെ നമ്മുടെ എൻട്രി നല്ല അടിപൊളി എൻട്രി ചെയ്യാൻ തോന്നുന്നുണ്ട്. ട്രേഡ് എടുത്തപ്പോൾ തന്നെ നല്ല പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ തന്നെയാണ് കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റ്. നമ്മളെ ടാർഗറ്റ് കയറി കുറച്ച് വരും, പിന്നെ SL അടിക്കും. കഴിഞ്ഞ 4 ദിവസമായിട്ട് SL തന്നെയാണ്. അപ്പം മാർക്കറ്റിൽ മോശം സമയങ്ങളുണ്ടാവും. നമ്മളത് എന്താ പറയുക, സിസ്റ്റം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ചില സമയത്ത് നമുക്ക് എന്താണ് നമ്മളെ എൻട്രി സെറ്റപ്പിൽ വാച്ച് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ഉള്ളതാണെങ്കിൽ നമുക്ക് എന്താണ് നോക്കാമെന്നുള്ളൂ. ചിലപ്പോൾ 4 അല്ല 5, 7 ദിവസമൊക്കെ തുടർച്ചയായിട്ട് SL അടിച്ച സമയങ്ങളുണ്ട് എനിക്ക്. എന്നിട്ടും പ്രോഫിറ്റബിൾ ആയ മാസങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങളില്ല. ചിലപ്പോൾ 4 ദിവസമായി, ഇനി 5, 6 ദിവസം, 7 ദിവസം, ഇനിയിപ്പോൾ 8 ദിവസം, 10 ദിവസം വരെ അടിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ
ഞാൻ ഈ സിസ്റ്റത്തിലൊരു കോൺഫിഡൻറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇത് ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ ഞാൻ ആരെയും കമ്പൽ ചെയ്യുന്നൊന്നുമില്ല. പല ആളുകളും ഇപ്പോൾ കണ്ടിന്യൂസ് എസ് എൽ അടിക്കുമ്പോഴൊക്കെ പറയും ഇത് സിസ്റ്റം ശരിയില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾ സ്വയം മാർക്കറ്റിനെ വിശകലനം ചെയ്തിട്ട് വാച്ച് ചെയ്തിട്ട് നിങ്ങളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങളിൽ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇതിൽ വർക്കിംഗ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അത് ഉണ്ടാവാത്തോളത്തോളം കാലം എന്താ വെച്ചാൽ നമ്മൾ പിന്നീട് നമുക്ക് പെട്ടെന്ന് സിസ്റ്റം മാറാൻ തോന്നും. അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞ പോലെ സിസ്റ്റം പക്കാ ബ്ലൈൻഡായിട്ട് അങ്ങനെ ഫോളോ ചെയ്യില്ല. സിസ്റ്റത്തിൽ മാർക്കറ്റ് വരുന്ന ചെറിയ ചേഞ്ചസുകൾ ഞാൻ നോട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ ചെറിയ അപ്ഡേഷൻസ് ഒന്നും ഞാൻ വരുത്തിയിട്ടില്ല. എൻ്റെ സെയിം സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഏതായാലും പ്രോഫിറ്റ് 6,000 ഒക്കെ 7,000 ആയിട്ടുണ്ട്. 1:5 ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് ട്രെയിൽ ചെയ്യുകയൊക്കെ ചെയ്യാം. നോക്കാം നമുക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത്. മാർക്കറ്റിൽ അധികം പിടിച്ചിരിക്കാനും പറ്റില്ല. അപ്പം പ്രോഫിറ്റ് 1:5 ഒക്കെ ആയി എടുക്കായിരിക്കും പൊതുവേ നല്ലത്. കാരണം മാർക്കറ്റ് എക്സ്പയറി ഡേ ആണ്. ഇപ്പം ഇറങ്ങിയ ഇറക്കത്തിൽ ഇത്രയും പ്രോഫിറ്റ് കാണിച്ചു. ഇനി ചെറുതായിട്ടൊന്ന് കയറിയാൽ തന്നെ അത് പെട്ടെന്ന് ഈ പ്രോഫിറ്റ് ഒക്കെ അങ്ങോട്ട് പോവുകയും ചെയ്യും. അതാണ് തീറ്റ ഡിക്കിൻ്റെ എഫക്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഈവൻ മന്ത്ലി ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയും കൂടിയല്ലേ. ഏതായാലും നോക്കാം, ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. സമയം 10:50 ആയിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് 1:5 റേഞ്ച് ഒരു പ്രാവശ്യം ടാർഗറ്റ് വന്നതാണ്. വീണ്ടും 4,000 വരെയൊക്കെ പോയി. നമുക്ക് ഏതായാലും 1:5 എബോവ് വരികയാണെങ്കിൽ ബുക്ക് ചെയ്യാം കേട്ടോ. ഒരു 75 എബോവ് വരട്ടെ പ്രീമിയം, എന്നാൽ നമുക്ക് ബുക്ക് ചെയ്യാം. അതാ നല്ലത്. കാരണം റിവേഴ്സൽ വരുമ്പോൾ പെട്ടെന്ന് ലോസ് വരിക. 10,000 കൂടുതൽ പ്രോഫിറ്റ് വന്ന സാധനം ഒറ്റയടിക്ക് വീണ്ടും ലോസിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാം. പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഡൺ. ഓക്കെ, അത് 1:5 എബോവ് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അടിച്ചതാണ്, ബുക്ക് ചെയ്താണ്. നമുക്ക് ഓർഡേഴ്സൊക്കെ ഒന്ന് നോക്കാം. ഓർഡേഴ്സ് 45 എടുത്തു, 79 ബുക്ക് ചെയ്ത്. 75 ആവും, 1:5 ആവും. ഓക്കെ, 79 വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 80 ഉള്ളത് കുഴപ്പമില്ല. ഇനിയും ചാൻസുകൾ വരാണ് എടുക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചെറിയ റിവേഴ്സലിന് പോലും പെട്ടെന്ന് ലോസ് വരും. ഇപ്പോൾ ഈവൻ ബാങ്ക് നിഫ്റ്റി ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റിയൊക്കെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതെടുക്കാൻ വീണ്ടും മാർക്കറ്റ് ഒറ്റയടിക്ക് താഴേക്ക് വരുന്ന ആളുകളെ കൊണ്ട് തോന്നിപ്പിച്ചിട്ടായിരിക്കും പിന്നെയും മുകളിലേക്ക് വന്നിട്ടായിരിക്കും ഇപ്പോൾ പൊതുവഴി താഴേക്ക് വരിക. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇറങ്ങിയ കുഴപ്പമൊന്നുമില്ല. ആ ഒരു സമയത്ത് തന്നെ ഒരു ലിക്വിഡിറ്റി അപ്സൈഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 51,579. ഇനി അത് ടാപ്പ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇത്രയും ബുള്ളിഷായി പോയിട്ട് പെട്ടെന്ന് താഴേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ ഷോർട്ട് ചെയ്യില്ല. അപ്പോൾ അവരൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയകളായിരിക്കും അത്. അപ്പോൾ വീണ്ടും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം. ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നമ്മൾ മാർക്ക് ചെയ്ത ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഉണ്ടല്ലോ, ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എൻട്രി ചാൻസ് വരാനായിട്ടുണ്ട്. നമുക്കൊരു പുട്ട് ഓപ്ഷൻ നോക്കാം ബാങ്ക് നിഫ്റ്റിയിലും. കാരണം ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ നിഫ്റ്റിയിൽ ട്രേഡ് ഇറങ്ങി എത്ര നന്നായി. കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് ഡൗൺ പോകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഡൗൺ പോകില്ല, തിരിച്ചങ്ങോട്ട് കയറുകയും ചെയ്യും. അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മൾ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം. ആയിട്ടില്ല. പുട്ട് ഓപ്ഷൻ പ്രീമിയൊക്കെ വളരെ കുറവ് പ്രീമിയം കേട്ടോ. എക്സ്പയറി ഡേ കൊണ്ടേ അതേപോലെ തന്നെ മാർക്കറ്റ് ഇന്ന് തിരിയുന്നുണ്ട്. മീൻസ് താഴേക്ക് വരുമോ? ഓക്കെ, നമുക്ക് എൻട്രി എടുക്കാം, ബൈ കൊടുക്കാം. നമുക്ക് എൻട്രി കിട്ടിയത് 91.82 കേട്ടോ. ഇപ്പോൾ മാർക്കറ്റ് എന്താ പറയുക, പെർഫെക്റ്റ് നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി നമ്മൾ മാർക്ക് ചെയ്ത് 51,631 ടാപ്പ് ചെയ്ത സമയത്ത് നമ്മൾ താഴേക്ക് നോക്കിയതാണ്. ഓക്കെ, ഇന്നത്തെ ഒരു താഴെ 51,495 വരെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. നമ്മൾ ആ നേരത്തെ ഇറങ്ങിയ നിഫ്റ്റീൻ്റെ ട്രേഡ് ഉണ്ടോ, നിഫ്റ്റി പ്രീമിയം വീണ്ടും കുറഞ്ഞ് വന്നല്ലേ. അത്യാവശ്യം പ്രോഫിറ്റ് 2,000 ഒക്കെ പെട്ടെന്നായി, വളരെ പെട്ടെന്ന്. ഏതായാലും നോക്കാം. നമുക്ക് ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ട്രേഡിൽ എന്താ അവസ്ഥ നമുക്ക് നോക്കാം. SLO ടാർജറ്റ് ഇതും കൂടി ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ അടിപൊളി അല്ലേ. കാരണം നമ്മൾ ഈ ഒരു ടാർജറ്റ് കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 4 ദിവസം കണ്ടിന്യൂസ് SL വന്നത് കവർ ചെയ്തിട്ടുണ്ടാവും. കവർ ചെയ്ത് നല്ല പ്രോഫിറ്റിലായിട്ടുണ്ടാവും. ഇപ്പം ഓൾറെഡി നമ്മളിപ്പോൾ 3 ദിവസം തുടർച്ചയായിട്ട് ഈ 2 SL വന്നാൽ കഴിഞ്ഞാൽ 6 ട്രേഡ് ലോസ് വന്നു. ഇന്നത്തെ ഒരൊറ്റ ട്രേഡ് ടാർജറ്റ് അടിച്ചപ്പോൾ തന്നെ ആ ഒരു 6 ലോസ് കവർ ചെയ്ത് ഏകദേശം അല്ലേ.
അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് വെക്കുമ്പോൾ ചില സമയത്ത് നമുക്കത് വരും. നമുക്ക് ടാർഗറ്റ് അടിക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മളെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊന്ന് 1:5 ഒക്കെ വെക്കുന്നുണ്ട്. നമ്പർ ഓഫ് ട്രേഡ്സിൽ SL എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പക്ഷെ നമുക്കൊരു എന്താ പറയുക, മാനസിക പ്രശ്നം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. കാരണം കണ്ടിന്യൂസ് SLകൾ വരുമ്പോൾ പിന്നെ ഇന്നലെ വീഡിയോ തന്നെ ചെയ്യാത്തതിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് SL അല്ലേ, ഇനി ഇന്നലെ ചെയ്യാനൊരു ചമ്മലുണ്ടായാലും ചെയ്യാമെന്നാ. ഇന്നലെയും ലോസാണ്. ചെയ്യണമെന്നൊക്കെ ഫസ്റ്റത്തെ ട്രേഡ് തന്നെ SL അടിച്ചപ്പോൾ ഞാൻ പിന്നെ നിർത്തി വെച്ചു വീഡിയോ റെക്കോർഡിങ്. ഇന്നൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എനിക്കും ഉണ്ടാവും, പക്ഷേ ഈ വീഡിയോ ചെയ്യുന്നതിനെ കൊണ്ട് പ്രത്യേകിച്ച്, കാരണം ഇത് ആളുകൾ കാണുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, നമുക്ക് 3000 പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ആ ട്രേഡിൽ. ബോളേഴ്സ് 15,000 ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഒരുവിധം 4 ദിവസത്തെ ട്രേഡിന് ഏകദേശം SL കവറായി വരുന്നുണ്ട്. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് വെച്ച് കാണിച്ചു തരാം. സമയം 12:03. നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഒരുപാട് സമയമായില്ലേ. ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് വരെ പോയ മാർക്കറ്റാണ് നമ്മുടെ. ഇപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം. കാരണം നമ്മുടെ ടാർഗറ്റ് ഇതുവരെ എത്തിയിട്ടുമില്ല. പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ 3000 വീണ്ടും പ്രോഫിറ്റ് ആയിട്ടുണ്ട് അല്ലേ. പക്ഷേ ഒന്നുകിൽ ഇവിടുന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ പുതിയ ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് കോസ്റ്റിൽ വെക്കാം. കാരണം ഇനി റിസ്ക് എടുക്കണ്ട. എത്ര ടൈം നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്തത്. പെട്ടെന്ന് നമ്മൾ നേരത്തെ എൻട്രി എടുത്ത ഏരിയയിൽ നിന്ന് എത്തിയിട്ടില്ല, പക്ഷേ നമ്മൾ എൻട്രി എടുത്തതിനേക്കാൾ 20 പോയിന്റ്സ് കുറഞ്ഞു. അതാണ് രസം. അദ്ദേഹം പറഞ്ഞത് തിരിച്ച് റിവേഴ്സിൽ വരുമ്പോൾ പ്രീമിയം പെട്ടെന്ന് ഡീക്ക് അടിച്ചു. അപ്പോൾ ഏതായാലും സ്റ്റോപ്പ് ലോസ് ഞാൻ കോസ്റ്റിലേക്ക് വെക്കുന്നുണ്ട്. ഓക്കെ, അതിന് പ്രോപ്പർ റീസൺ ഉണ്ട്, അതുകൊണ്ടാണ് കോസ്റ്റിലേക്ക് വെക്കുന്നത്. ഒന്നുകിൽ ഞാൻ പറഞ്ഞ 2 ഓപ്ഷനാണുള്ളത്, ഒന്നുകിൽ ഇവിടുന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ കോസ്റ്റിലേക്ക് വെക്കാം. ഓരോന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മൊബൈലിൽ. ഓക്കെ, അതാണ് മോഡിഫൈ ചെയ്യണമെന്ന് അവിടെ കാണാം. പിന്നെ നമ്മുടെ എന്താ പറയുക, ടാർഗറ്റ് എത്തിയിട്ടില്ല. ടാർഗറ്റ് എത്താത്തതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചും കൂടി താഴെ വന്ന ഒരു നല്ല മൂവ്മെൻറ്റം കിട്ടുകയാണെങ്കിൽ 100 പോയിന്റ്സ് സുഖമായിട്ട് വരും ഈ സമയത്ത്. ഈ എക്സ്പയറിയിൽ ഫാസ്റ്റായിട്ട് മൂവ്മെൻറ്റം കിട്ടുകയാണെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ട്രേഡ് എടുത്ത് ഞാൻ പറഞ്ഞു, നിഫ്റ്റിയിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു, ബാങ്ക് നിഫ്റ്റിയിൽ ഫാള് ചെയ്യുന്ന സമയത്ത് ഒരു പുൾ ബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഒരു റിവേഴ്സൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നോർമൽ ആളുകൾ സ്റ്റോപ്പ് ലോസ് വെച്ച് ഏരിയ ആയിരിക്കും അവിടെ പുട്ട് ഓപ്ഷൻ എടുത്ത ആളുകൾ. അപ്പോൾ അവരെ എത്തിയിട്ട് ട്രേഡ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ വീണ്ടും ഒരു ലിക്വിഡിറ്റി പിന്നെയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ച് കയറുക ഇറങ്ങുക നമുക്കറിയില്ല. നേരിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല വീണ്ടും മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറച്ച് മുകളിലേക്ക് അടിച്ചു പോകും. പിന്നെ റിസ്ക് എടുക്കണ്ട, അതിൻ്റെ മുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്തായാലും അടിച്ചു പോകും. അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. എന്നിട്ട് പോവുകയാണെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ കിട്ടട്ടെ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:07. നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഒരുപാട് സമയമായില്ലേ. നമ്മുടെ SL കോസ്റ്റ് പ്രൈസിൽ അടിച്ചിട്ടുണ്ട്. ഭയങ്കര മെൽറ്റിങ് തീറ്റടിക്കുകയാണ്. നമ്മൾ എൻട്രി എടുത്തത് 11:17. ഓൾമോസ്റ്റ് 50 മിനിറ്റ് ആയി ട്രേഡ് എടുത്തിട്ട്. ഒരു മണിക്കൂർ വെറുതെ കണ്ട് ടാർഗറ്റിൽ തീരെ മൊമെൻ്റ് ഇല്ലാതെ വന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എക്സ്പയറി ഡേയിൽ ഭയങ്കര മാർക്കറ്റ് അങ്ങനെ സൈഡ് വേസ് കളിക്കും. അതാണ് പ്രശ്നം. ഇപ്പോൾ പിന്നെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ നിഫ്റ്റിയിൽ കണ്ടോ, നിഫ്റ്റി നല്ല പുള്ളിഷായിട്ട് ഇപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴേക്ക് വരുമ്പോൾ ആളുകൾ വിചാരിക്കും ഇപ്പോൾ താഴേക്ക് പോകുന്നത്. അപ്പോൾ കാണാം കുറച്ച് മുകളിലേക്ക് പോയിട്ട് ആ താഴേക്ക് ഇറങ്ങിയ ആളുകളൊക്കെ കൊടുത്ത് കളയും. പിന്നെ മുകളിൽ പോകുമ്പോൾ മുകളിലേക്ക് പോകുന്നതായിരിക്കും, അപ്പോൾ താഴേക്ക് വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഭയങ്കര ടഫാണ് മാർക്കറ്റിൽ നമുക്ക് എന്താണ് ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ നേരത്തെ നമുക്ക് പ്യുവർ ലക്ക് എന്ന് തന്നെ പറയട്ടോ. ഞാൻ എൻ്റെ SL വെച്ചാണ്ടോ 72 സംതിങ് വരെ വന്നു. എൻ്റെ SLക്ക് വന്നിട്ട് 71 സംതിങ്ങിലായിരുന്നു SL. അത് ജസ്റ്റ് അടിക്കാതെയാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് കോസ്റ്റ് പ്രൈസിലെങ്കിലും എക്സിറ്റ് ചെയ്യാൻ പറ്റിയത്. 3,000-4,000 പ്രോഫിറ്റ് വന്നു. പക്ഷേ എന്നാലും ഞാൻ പറയാം, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടോ, സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് നമുക്ക് നേരത്തെ എടുത്ത ട്രേഡ് രക്ഷപ്പെട്ട് വീണ്ടും പ്രോഫിറ്റ് 3000 കാണിച്ചത്. പക്ഷേ അവിടെ നമ്മൾ കോസ്റ്റ് പ്രൈസ് വെച്ചിട്ട് കുഴപ്പമില്ല. ഏതായാലും ഇനി നല്ല ചാൻസ് വരികയാണെങ്കിൽ നോക്കാം. ഇനിയും നിഫ്റ്റി ഞാൻ പറഞ്ഞ പോലെ അപ്സൈഡ് ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് തന്നെ നോക്കാം. അപ്ഡേറ്റ് ചെയ്യാം. സമയം 1:48 ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് ഈ പറഞ്ഞ 51,656 എത്തിയിട്ടുണ്ട്. നമ്മൾ
നേരത്തെ ട്രേഡിൽ ഇറങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ പോയിട്ട് അത് എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. എക്സാക്ട്ലി ആ പറഞ്ഞ പോലെ തന്നെ മുകളിൽ പോയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം. പക്ഷേ ഭയങ്കര എന്താ പറയുക, എത്ര നേരെ കൺസോൾട്ടേഷൻ ആണ് ഒരു ഏരിയയിൽ. പ്രത്യേകിച്ച് എക്സ്പയറിയുടെ മന്ത്ലി എക്സ്പയറി തീരെ മൊമെൻറ്റം കൂടി ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ട്രേഡ് ബയ്യിങ് ചെയ്യുന്നത് ഭയങ്കര റിസ്ക്കുമാണ്. ഇതാണ് നോക്കാം. നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇതുവരെ എൻട്രി വേറെ എടുത്തിട്ടില്ല കേട്ടോ, എന്നെ എൻട്രി എടുത്തിട്ടുള്ളൂ. സമയം 1:48. ഓൾമോസ്റ്റ് പ്രീമിയം ഒരു എന്താ പറയുക, കുറച്ച് താഴെ വരും. എന്തായാലും 50 റേഞ്ചിലൊക്കെ വരും, 48, 50 റേഞ്ചിൽ വരും. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമുക്ക് വരികയാണെങ്കിൽ ട്രേഡ് എടുക്കാം. എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് ഓർഡർ കൊടുക്കാം. 15 പോയിന്റ് കൊടുത്താൽ മതി. അതല്ലേ 20 തന്നെ കൊടുക്കുക. പക്ഷേ ഞാനിത് എക്സ്പയറി ആയതിനെക്കൊണ്ട് ചെറിയ പ്രീമിയം അല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വെറുതെ ഞാൻ അധികം കൊണ്ടുപോയി കളയണ്ടെന്ന് വിചാരിച്ചിട്ട്. ചിലപ്പോൾ ടാർഗറ്റ് ഈ പറഞ്ഞ പോലെ മൂവ് ചെയ്താൽ തന്നെ നല്ല സ്പൈക്ക് കിട്ടിയ അടിപൊളിയാവും. ഏതായാലും എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്, നോക്കാം. എൻട്രി വരട്ടെ, കുറച്ചും കൂടി മുകളിലേക്ക് വരണം. 51,670 ഒക്കെ റേഞ്ചിലേക്ക് വരട്ടെ, എന്നാൽ നമുക്ക് എൻട്രി എടുക്കാം. സമയം 1:53. അതിൻ്റെ ഇടയിൽ നെറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടോ. ഇപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ട്രേഡ്. അത് നമ്മൾ എൻട്രി ഏരിയ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങോട്ട് റെഡി ആയിട്ടുള്ളൂ. എന്താ അറിയില്ല, ഒരു വൈഫൈൻ്റെ കണക്ഷൻ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് കുറേ നേരമായിട്ട് ഇപ്പോൾ ട്രൈ ചെയ്ത് റീസ്റ്റാർട്ടൊക്കെ ചെയ്താണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഇടയിൽ എൻട്രി വന്നിട്ടുണ്ട്. പക്ഷേ ആ ടൈമിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് കറക്കാൻ തന്നെ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ എൻട്രി വന്നു. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആ എൻട്രി പ്ലാൻ ചെയ്ത ഏരിയ കറക്റ്റ് എക്സാക്ട്ലി ആ ഒരു ഏരിയ തന്നെ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രീമിയം ഒക്കെ പറ്റ ഡൗൺ ആയിട്ടുണ്ടാവും. കാരണം ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 48 വരെയൊക്കെ വന്നിട്ടുണ്ട് എൻട്രിയിലേക്ക് പ്രീമിയം. ഇനിയിപ്പോൾ 55 അല്ലെങ്കിൽ തന്നെ എടുക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഈ ട്രേഡ്. അതിൻ്റെ ഇടയിൽ കൂടെ നെറ്റിൻ്റെ പ്രശ്നം. നമുക്ക് ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടൊന്ന് നോക്കാം. ഏതായാലും ആ ടൈമിങ്ങിൽ എടുത്തില്ലെങ്കിൽ പിന്നെ എടുത്ത പ്രീമിയത്തിന് ഭയങ്കര ഇതായിരിക്കും. പിന്നെ അല്ലെങ്കിൽ വേണ്ട, ആ ട്രേഡ് ഞാൻ ചെയ്യില്ല. കാരണം റിസ്കി എന്നല്ല, അതല്ല, ഭയങ്കര സൈഡ് വേസും ആണ്. പിന്നെ ഡേ ഹൈൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. ചിലപ്പോൾ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ടായിരിക്കും ചിലപ്പോൾ താഴെ, അങ്ങനെയുണ്ട് സംഭവിക്കാം. അപ്പോൾ പിന്നെ റിസ്ക് എടുക്കണ്ട. ഇനിയിപ്പോൾ ആ പ്രീമിയം ആ റേഞ്ചിൽ എത്തിയാലും ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. ഏതായാലും സമയം 2 മണി ആവാനായി. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യണമെങ്കിൽ മുകളിലേക്ക് നോക്കാം, അങ്ങനെയും നോക്കാം. പക്ഷെ അതിപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ തന്നെ എരിഞ്ഞ് തീരും തോന്നുന്നുണ്ട്. ആ ഒരു സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ എടുക്കുമായിരുന്നു. പക്ഷേ ടൈം കിട്ടിയില്ല. അത് ചിലപ്പോൾ നമുക്ക് എടുക്കാതെ ചിലപ്പോൾ നല്ലതും ആവാം, ചിലപ്പോൾ അത് SL അടിക്കാനുള്ള ട്രേഡ് ആണെങ്കിലും ടാർജറ്റ് അടിക്കാനുള്ള ട്രേഡ് ആവാം, രണ്ടും ആവാം. പക്ഷെ രണ്ടിനും ഒരേ ഇമോഷൻസോടെ കണ്ടാൽ മതി. ഇനി ഞാൻ എടുത്തില്ല, ഇനി അത് ടാർജറ്റ് അടിക്കുമ്പോൾ അയ്യോ എനിക്ക് എടുത്താൽ മതി, അങ്ങനെ ഞാൻ ചിന്തിക്കണ്ട. എടുക്കാത്തതിന് ഇപ്പോൾ ഞാനൊരു റീസൺ പറയാൻ കാരണം എന്താ വെച്ചാൽ, എടുക്കാൻ നോക്കിയ സമയത്ത് ഞാൻ എടുക്കണം എന്ന് തന്നെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ പ്രീമിയം റേഞ്ചിലേക്ക് തന്നെ വരുന്നുണ്ട്, എടുത്ത് നോക്കണോ. പക്ഷെ ഞാൻ പറഞ്ഞ ഡേ ഹൈ തൊട്ടടുത്തുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി വിക്കി വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 15 പോയിൻ്റൊക്കെ ടക്ന്നാണ് അടിച്ചു പോവുകയും ചെയ്യും. വീണ്ടും 50-52 എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് എടുക്കുന്നില്ല. ഇനി ട്രേഡ് താഴെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുക, ഇനിയല്ല ഡേ ഹൈ ഒക്കെ എടുക്കുകയാണെങ്കിൽ താഴേക്ക് വേണമെങ്കിൽ നോക്കാവുന്ന കൂടെ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 3:18 ഞാൻ പറഞ്ഞുണ്ട് പെർഫെക്റ്റ് ജോത്സ്യനൊക്കെ പറഞ്ഞ മതിയായില്ലേ, പറഞ്ഞത് അച്ചട്ടായി എന്ന് പറഞ്ഞില്ലേ. ഈ ട്രേഡ് ഞാൻ എടുത്ത് അത്യാവശ്യം മൂവ് ചെയ്തിട്ടുണ്ട്. സത്യം പറയാതെ ട്രേഡ് എടുത്തതിന് ശേഷം 90 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട് ടാർജറ്റിലേക്ക്. പിന്നെ റിവേഴ്സ് ചെയ്തിട്ടുണ്ടോ, അതായത് 90 പോയിന്റ് മൂവ് ചെയ്തപ്പോൾ ചിലപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു സിംഗ് ലോക്ക് എടുത്തപ്പോൾ വേണമെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അത് ടാർജറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഈ ലോ അല്ലെങ്കിൽ 100 പോയിന്റ്സ് കിട്ടാതെ ഞാൻ എടുത്തിട്ടുണ്ടാവില്ല. ഞാനത് എടുത്തിരുന്നെങ്കിൽ എനിക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതിനുശേഷം തിരിച്ചു പോയിട്ട് താഴെ ടാർജറ്റ് പഠിച്ചത് രസമല്ല. ആ ഒരു SL പിന്നെ നമ്മൾ 3 മണിയാകുമ്പോൾ എൻട്രി എടുക്കൂലല്ലോ. ആ പ്രീമിയത്തിൻ്റെ ചാട്ടൊന്ന് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് കോമഡി. അതായത് നമ്മളിപ്പോൾ എൻട്രി എടുത്തത് കണ്ടോ 48-50 റേഞ്ചിലായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് തിരിച്ചു പോയിട്ട് 137, 140 അടുത്ത് വരെ പോയി, നിയർലി 90 പോയിന്റ് വരെ പോയി. 90 പോയിന്റ് പോയപ്പോൾ തിരിച്ച് താഴെ. ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ നേരത്തെ, ഈ ചിലപ്പോൾ ഡേലോൻ്റെ തൊട്ടടുത്ത്. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ, ചില സമയത്ത് നമ്മളിങ്ങനെ ഈ പ്രൈസ് ആക്ഷൻ ട്രാപ്പൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഡേലോ എന്നുള്ള ഒരു ഏരിയൻ്റെ തൊട്ടടുത്ത് നിന്ന് മാർക്കറ്റ് ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കളിക്കുമ്പോൾ നമുക്ക് ശരിക്കും മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരാൻ തന്നെ മൂഡുണ്ടെങ്കിൽ പെട്ടെന്ന് വരും പൊതുവേ.
പക്ഷേ ആ ഒരു ഏരിയയിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ മീൻസ് അറ്റ്ലീസ്റ്റ് ഡേ ഹൈൻ്റെ മുകളിൽ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ട്. കാരണം ഇവിടുന്ന് ഒരു പ്രാവശ്യം റിവേഴ്സ് ചെയ്ത് 2 പ്രാവശ്യം 3-ാമത്തെ പ്രാവശ്യമൊക്കെ റിവേഴ്സ് ചെയ്യുമ്പോൾ ആളുകൾ ഷോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അവിടെയൊക്കെ എസ് എൽ ഇത്ര ഏരിയൻ്റെ മുകളിൽ ഡേ ഹൈൻ്റെ മുകളിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ടാണ് വരും എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ രണ്ടാമത് അറ്റംപ്റ്റ് ചെയ്യാൻ. ഞാൻ അല്ലെങ്കിൽ എനിക്ക് രണ്ടാമത് സെയിം പ്രീമിയം ആയ സമയത്ത് തന്നെ ഒന്നും കൂടെ അറ്റംപ്റ്റ് ചെയ്ത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നൊരു അറിവ് എന്നുള്ളൂ. അതേപോലെ എത്തിയ സമയത്ത് ഞാൻ എടുക്കണോ എടുക്കണ്ടേന്ന് ആദ്യം ഞാനത് ശരിക്കും ശ്രദ്ധിച്ചില്ല. എൻട്രി വരുന്ന സമയം എടുക്കാൻ തന്നെ വിചാരിച്ചു. പിന്നെയാണ് ഞാനിങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് ഇത്രയും ഒരുപാട് നേരം ഡേ ഹൈൻ്റെ തൊട്ടടുത്ത് നിന്ന മാർക്കറ്റ് അല്ലേ, അപ്പം ഇനി വേണ്ട എന്നുള്ളത് ഒഴിവാക്കിയത്. അല്ലെങ്കിൽ ഞാൻ എടുത്താൽ ചിലപ്പോൾ നഷ്ടമൊന്നും വരില്ലായിരുന്നു. 90 പോയിന്റ് മൂവ് ചെയ്തതിൻ്റെ ശേഷമാണ് എസ് എൽ അടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാൻ ചാൻസ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഏതായാലും അതിനുശേഷം നമ്മൾ ട്രേഡൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ സമയം ഓൾമോസ്റ്റ് 3:20 മാർക്കറ്റ് കഴിയാനായി.